നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര കഷ്ടപ്പാട് സഹിച്ചു പത്മാവതിയുടെയും ആ ചൈന കോളനിയിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ ഞാൻ പിടിച്ചു നിന്നത്. അവരങ്ങ് തല്ലി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയ ദൈവത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. സത്യ ആന്റി, ആന്റി എനിക്ക് ദൈവ. ആ വാക്കും നോക്കും പ്രവൃത്തിയൊക്കെ കാണാ പാടാക്കാനാ ചെറുപ്പത്തിൽ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അന്നേ ഹൃദയത്തിൽ ഉറച്ചുപോയ വിഗ്രഹ ഭാമാന്റിയുടേത്. അമ്മയെന്ന് നെഞ്ചിൽ പച്ചകുത്തിന്ന് പറഞ്ഞിട്ട് ആന്റിയുടെ മോൻ ആന്റിയുടെ വാക്ക് തള്ളിക്കളഞ്ഞിട്ട് പോയതുപോലെ അല്ല ഇത്. ആന്റി എന്റെ ദൈവ. ആ ദൈവം ഉള്ളിടത്താ എന്റെ സ്വർഗം. അങ്ങനെ ഒരു വീടിനെ ഞാൻ നരകക്കുഴിയെന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആന്റിയുടെ മനസ്സ് കണ്ട് ആന്റി ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പാക്കാനാ ഞാൻ ശ്രമിച്ചത്. അതിവിടെ ആർക്കും ഇഷ്ടമല്ല ആന്റി, ആന്റിയുടെ ഭർത്താവിന് പോലും. സത്യത്തിൽ അവരെന്നെയല്ല ആന്റിയെ തന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നേ. ആന്റിയോടുള്ള വാശി പോലെയാ എന്റെ കവിളത്ത് ഓരോ അടി അടിക്കുന്നത്. ഇവിടുത്തെ വേലക്കാരിയും കാര്യസ്ഥനൊന്നും അടിക്കുന്നില്ലാന്നേ ഉള്ളൂ. അവര് പോലും എതിർപക്ഷത്ത് നിന്ന് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കുത്തുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. അതാ ഞാൻ നരകക്കുടിയെന്ന് പറഞ്ഞത്. ആന്റി ഇല്ലാത്ത നേരത്തെ ആന്റിയോടുള്ള ദേഷ്യം തീർക്കാൻ അവരൊക്കെ കൂടി എന്നെ വിഷം തന്ന് കൊല്ലുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട് ആന്റി. അല്ലെങ്കിൽ ആന്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിഷ്ണുവേട്ടന് ശാലിനി ഇറങ്ങിപ്പോയതിനു ശേഷമല്ലേ അങ്കിൾ എന്നോടുള്ള ദേഷ്യം കൂടിയത്. ശാലിനിയും വിഷ്ണുവേട്ടന് ഇറങ്ങിപ്പോവാൻ ആരാ ആന്റി കാരണം? ഞാനാണോ? അല്ലല്ലോ. ആന്റിക്ക് അവകാശപ്പെട്ട സ്വർണം നഷ്ടപ്പെടാതിരിക്കാൻ ശാരദാമ്മയുടെ ബാഗ് പരിശോധിച്ചു എന്നൊരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് മോഷ്ടാവിനെ പിടികിട്ടി. ശാലിനിയോടും വിഷ്ണുവേട്ടനോടും ഇറങ്ങിപ്പോവാൻ ഞാനല്ലല്ലോ പറഞ്ഞേ, ആന്റിയല്ലേ പറഞ്ഞേ. എന്നിട്ടും അവൻ ആന്റിയോടുള്ള ദേഷ്യം മുഴുവൻ എന്റെ അടുത്താ തീർക്കുന്നത്. പ്രീതിയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെ പറഞ്ഞു. മനസ്സാ വാച എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുമോ ആന്റി? മോളെ, അതാ ആന്റി പറഞ്ഞേ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാന്ന്. അല്ലാതെ ആന്റിയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറയോ? ആന്റി ഉള്ളപ്പോ ഏത് നരകവും എനിക്ക് സ്വർഗം. മോളെ, അവർക്കൊക്കെ വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. നോക്ക്, ഇനി എന്റെ മോളുടെ ദേഹത്ത് ആരും ഒരു നുള്ളു പൂഴി പോലും ഇടില്ല. ഇത് സത്യഭാമയുടെ വാക്കാ. ഈ ഒരു വാക്കാ ഈ തിരിച്ചുവരവിൽ എനിക്ക് വേണ്ടത്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആന്റി വാ മോള് വാ. തല്ലിയിറക്കിയ സുസ്മിത തിരിച്ചു വന്നിരിക്കുന്നത് ഈ വീടിന്റെ അടിക്കൽ ഇളക്കാൻ വേണ്ടിയാ. വീൽ ചെയറിലെ നായരും ആശുപത്രി കിടക്കയിലെ മോളും എല്ലാം സൂക്ഷിച്ചോ. നിങ്ങളെ തെക്കോട്ടെടുക്കാൻ ഇനി അധിക സമയമില്ല. വരുന്നു ഞാൻ. സത്യഭാമയേക്കാൾ വളരുമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലടാ നീ ഇവിടുന്ന്. എന്നിട്ട് വളർന്ന് പന്തലിച്ച് പൂവിട്ടതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. സത്യഭാമയുടെ തണലിൽ നിന്നപ്പോ വാങ്ങിച്ചതല്ലാതെ ഒരു ഷർട്ടെങ്കിലും ഉണ്ടോടാ നിനക്ക്? ഭാമേ, സത്യഭാമയുടെ മകനായിട്ടല്ല ഈ പടി ചവിട്ടിയത്. അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ മറ്റെല്ലാരും വരുന്ന കാര്യത്തിന് തന്നെയാ. ഇവിടെ പലിശയ്ക്ക് പണം കൊടുക്കാറുണ്ടെന്ന് കേട്ടു. ഈ ആധാരം വെച്ചിട്ട് 2.5 ലക്ഷം രൂപ തരണം. തരണോന്നൊക്കെ പറയാൻ നീ എന്താ ഇവിടെ പണം എടുത്തു വെച്ചിട്ടുണ്ടോ? അതേ, ചോദിക്കുന്ന പലിശ എന്നിട്ട് ആധാരം തിരിച്ചെടുക്കുന്നേ. അതുകൊണ്ട് കൈ കെട്ടി കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അപ്പോഴത്തെ കാര്യമല്ലേടാ.
നിനക്ക് തരാൻ ഇവിടെ പണം ഇല്ലെങ്കിലോ? ഓ, ഇവൾക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ. അത് നിന്നെ ഇവളെ ഓർത്തിട്ടൊന്നും അല്ല, ഇവളുടെ ഒക്കത്തിരിക്കുന്ന ഈ കുഞ്ഞിനെ ഓർത്തിട്ടാ. അന്നിവള് പറഞ്ഞത് എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവിന് അധ്വാനിക്കാനുള്ള കരുത്തും മനസ്സും ഒക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഇപ്പൊ അറബിക്കടലിൽ പോയോടാ. അന്ന് ഇവിടുന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ ആൻറ്റി. പട്ടിണിയുടെ ശരിക്കുള്ള രുചി എന്താന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആധാരം എടുക്കണമെന്നില്ല ആൻറ്റി, കൊടുത്തേക്ക് വല്ല 100-100. സുസ്മിതേ, നീ ആരടി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? പണം കൊടുക്കണോ വേണ്ടെന്നേ ഭാമ തീരുമാനിക്കും. സുസ്മിത പറഞ്ഞതന്നെ എന്റെയും തീരുമാനം. ഇവന് കൊടുക്കാൻ എന്റെ പണമൊന്നുമില്ല. ഉറപ്പാണല്ലോ അല്ലേ മോനെ? ഞാൻ വേണ്ട അച്ഛാ, ആരുടെയും സഹായം വേണ്ട. അച്ഛന്റെ കയ്യിൽ നിന്ന് അത് വേണ്ടെന്ന് പറയാൻ സങ്കടമുണ്ട്. മോനെ, ഇത് ഞാനും എന്റെ ശാലിനി ഒരുമിച്ചെടുത്ത തീരുമാനമാ. ഇവരുടെ അടുത്ത് വന്നതേ മകനായിട്ടല്ല, പലിശയ്ക്ക് പണം വാങ്ങിക്കാനുള്ള ഒരു സാധാരണക്കാരൻ മാത്രമാണ് ഞാൻ. ഔദാര്യം ഒന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. ശാലിനിയുടെ ഭർത്താവിന്റെ അധ്വാനിക്കാനുള്ള കരുത്തും മനസ്സ് അറബിക്കടലിൽ പോയിട്ടുമില്ല. വാ ശാലിനി. അതെ, കുഞ്ഞിനെ വേണമെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. ആമാൻറ്റിയുടെ കൊച്ചുമോളല്ലേ. പട്ടിണിക്കിട്ട് ആമാൻറ്റിക്കൂടെ വെറുതെ ചീത്തപ്പേരുണ്ടാക്കണ്ട. സുസ്മിതേ, ശാലിനിയും വിഷ്ണുവേട്ടനും പട്ടിണി കിടന്ന് ചത്തതിനു ശേഷമേ ഈ കുഞ്ഞ് എന്തെങ്കിലും ഒന്നിന്റെ കുറവറിയൂ. നീ പോയി വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടുക്കളപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് മിണ്ടാതിരിക്കേ. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.